സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഈ കേസിലെ പ്രതികൾ പോലീസിനോട് പറഞ്ഞ മൊഴികളെല്ലാം പച്ചക്കള്ളമായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും എന്ത് മൊഴി പോലീസ് നൽകണമെന്ന കാര്യത്തിൽ പോലും കൃത്യമായ ആസൂത്രണം നടന്നു. അതായത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള കൊലപാതകം. പക്ഷേ ഈ പ്രതികൾക്കെതിരെ കുരുക്ക് മുറുക്കുകയാണ് പോലീസ്. അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. കൗമാരക്കാരായ പ്രതികൾ, അതായത് 3 ആൺകുട്ടികളെയും, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഈ വരുന്ന ശനിയാഴ്ച കോടതി പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ, അതായത് ഈ കേസിലെ മുഖ്യ ആസൂത്രകയായിട്ടുള്ള 13-കാരിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കാനും നീക്കമുണ്ട്. നേരത്തെ ഈ പെൺകുട്ടി നൽകിയ മൊഴി, ഈ വയോധികൻ, ഈ കൊല്ലപ്പെട്ട വ്യക്തി തന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിലുള്ള മൊഴികൾ നൽകിയിരുന്നു. ഇക്കാര്യങ്ങളടക്കം വ്യക്തത വരുത്തുക, അതായത് ഈ പ്രതികളുടെ മൊഴികളിലെ ആ നുണകൾ ഓരോന്നും പൊളിക്കുക എന്ന നീക്കത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ, നടപടികൾ. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായിട്ടുള്ള കൊലപാതക കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു പോലീസ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ? ടോമെ, വളരെ ആസൂത്രിതമായ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുക. കാരണം പോലീസും അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ ആകെ അമ്പരപ്പിച്ച, ഞെട്ടിച്ച ഒരു കേസാണ് കരുവാറ്റയിലെ 13 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കൊലപാതകം. അതിൽ തന്നെ തുടക്കം മുതൽ തന്നെ കുട്ടികൾക്ക് അതിനകത്ത് ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ മൊഴികളെയും പോലീസ് കണക്കിലെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ 3 പേർ, 16ഉം 17ഉം വയസ്സുള്ള കൊല്ലം പരവൂർ സ്വദേശികളായ 3 കുട്ടികൾ, ഇവർ തിരികെ കൊല്ലത്തേക്ക് പോയിരുന്നു. പോയതിനു ശേഷം പിന്നീട് ഇവർ പിറ്റേ ദിവസവും മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിന് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോകുന്ന വഴിയിൽ ഇവർ ആഘോഷമായി ഭക്ഷണം മേടിച്ചു കഴിക്കുന്നു. CCTV ദൃശ്യങ്ങൾ, യാതൊരു പരിഭ്രമമോ പ്രശ്നങ്ങളോ ഈ കുട്ടികൾക്കില്ല. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയി പിറ്റേ ദിവസം പാരിപ്പള്ളിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്കും ഒരു ഭയവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൊലപാതകം നടത്തിയ 3 കുട്ടികൾ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവരെ പോലീസ് പരിഗണിച്ചു വരുന്നത്. ഇവരുടെ ഒരു മാനസിക നിലയെ അടക്കം പരിഗണിച്ചു വരുന്നത്. ഇവരെ പിടിക്കപ്പെട്ട ഘട്ടത്തിൽ ഇവരെ 3 പേരെയും 3 ഇടത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സെപ്പറേറ്റ് ആണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇവർ ഒരേപോലെയുള്ള മൊഴികളായിരുന്നു 3 പേരും നൽകിയിരുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് വയറിൽ ഒരു മുഴയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് തങ്ങൾ കരുവാറ്റയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവർ നൽകിയ മൊഴി. കരുവാറ്റയിലേക്ക് എത്തിയ, അതായത് ഈ പെൺകുട്ടി ഇവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ആ ലൊക്കേഷൻ അടക്കം വാട്സപ്പ് ചാറ്റിലൂടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ അയച്ച് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പെൺകുട്ടി ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് അവർക്ക് എത്തി പണം നൽകി പോകുന്നതിന് വേണ്ടിയുള്ള ലൊക്കേഷനാണ് താൻ അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പിടിച്ച ഓരോ ഘട്ടത്തിലും തുടക്കത്തിൽ എങ്ങനെ പിടിക്കപ്പെട്ടാൽ എങ്ങനെ പറയണമെന്നതടക്കം കൃത്യമായ ഒരു പ്രിപ്പറേഷൻ ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇവർ പരസ്പരം പതറുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ആദ്യം തന്നെ പോലീസിനെ പല രീതിയിൽ വഴിതിരിച്ചു വിടാനായുള്ള ശ്രമം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിലേക്ക് അവൾ ആദ്യം നൽകിയ സൂചന എന്ന് പറയുന്നത്, സ്വന്തം പിതാവിന് ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുമായി, മുത്തശ്ശനുമായി വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം പോലീസിനെ വഴിതിരിച്ചു വിടാനായി പെൺകുട്ടി പറഞ്ഞത്. ഒരു പക്ഷേ അതായിരിക്കും, അല്ലെങ്കിൽ ഈ പിതാവ് ആയിരിക്കും ഇങ്ങനെ ചെയ്തതെന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള മൊഴികളായിരുന്നു ആദ്യം പെൺകുട്ടി നൽകിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ അടക്കമുള്ള ചാറ്റുകൾ, വീഡിയോ കോളുകൾ ഉൾപ്പെടെയുള്ളവ കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും താൻ അത് ചെയ്തിട്ടില്ല എന്ന നിലപാട്, അതായത് വസ്തുതകൾ മുന്നിൽ നിരത്തുമ്പോഴും താൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടികൾ ഈ വിഷയത്തെ സംബന്ധിച്ച്
അവർ കുറ്റസമ്മതം നടത്തിയെങ്കിലും പെൺകുട്ടി വീണ്ടും മൊഴികൾ മാറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഈ കേസിന്റെ മുഴുവൻ ആസൂത്രണവും, എന്നാൽ പിടിക്കപ്പെട്ടാൽ ഇത് എങ്ങനെ പറയണം എന്നതടക്കമുള്ള കൃത്യമായ പ്ലാനിങ്ങും മറ്റു ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഇവര് ഈ വീടുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തർക്കങ്ങൾ നേരത്തെ മുത്തശ്ശനുമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതായത് കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പും ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അതായത് വീട്ടിൽ നിന്ന് പണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്, വഴക്കിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിരന്തരമുള്ള സഞ്ചാരം, സാമ്പത്തിക ഇടപാടുകൾ, ഇതിനൊക്കെ ഈ ശിവൻകുട്ടി ആ വീട്ടിലെത്തിയത് ഇവർക്കൊരു തടസ്സമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരുപക്ഷെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞ മുത്തച്ഛൻ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ കാര്യം പോലും പോലീസ് അത്ര കണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം പോലീസിന്റെ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിഷയങ്ങളെ വളരെ ബോധത്തോടു കൂടി ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്ന ആളാണ് ഈ പിടിക്കപ്പെട്ടവർ എല്ലാവരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിലും ഒരു കുറ്റബോധം പോലും അവർക്ക് ആർക്കും ഇല്ല എന്നതാണ്. കൊലപ്പെടുത്തി എന്നുള്ളത് നിസ്സാരമായി സമ്മതിക്കുന്ന ബാല്യകാലം, അച്ഛനും അമ്മയും പതിവായി വഴക്കിടുന്ന ഒരു കുടുംബം, പിന്നീട് അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നു. പക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം, ഈ ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം പിതാവിന് ഈ ശിവൻകുട്ടിയോട് വിരോധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള മൊഴികൾ പോലും ഈ പെൺകുട്ടി നൽകുന്നു, പോലീസിന് നൽകുന്നു. അതായത് അന്വേഷണം വഴിതിരിച്ചുവിടാൻ, തന്നിലേക്ക് എത്താതിരിക്കാൻ, മറ്റൊരാളുടെ തലയിലേക്ക്, സ്വന്തം പിതാവിൻ്റെ തലയിലേക്ക് കേസ് കെട്ടിവെക്കാനുള്ള നീക്കം പോലും ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ നിലയിലുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം, ഇത് കുട്ടികളുടെ മനസ്സല്ല, കൊടും കുറ്റവാളികളുടെ ഒരു മനോഭാവമാണ്. അവരെ സാധാരണ രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്താൽ പോരാ. മാത്രമല്ല ഈ കൗമാരക്കാർക്ക്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇത്തരം കേസുകളിലൊരു ഇളവുണ്ടാകും. ഒരു കൊലപാതക കേസിൽ പോലും പരമാവധി ഒരു 3 വർഷം ശിക്ഷ. അതിനപ്പുറം അത് കഴിഞ്ഞാൽ, അതായത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 3 വർഷം കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ, ഇനി പരമാവധി പോയാൽ ഒരു 18ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാവുന്ന സാഹചര്യം പോലും ഉണ്ട്. അതേക്കുറിച്ച് പോലും ഇവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇനി എത്ര കാലം, അതായത് ചെറിയൊരു കാലയളവിൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിൽ പോലും ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതായത് അറിവില്ലായ്മയല്ല, കൃത്യമായ അറിവോടുകൂടി നിയമവ്യവസ്ഥകളോടുള്ള എല്ലാ ബോധ്യവും എല്ലാ അറിവും ഇവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ശരണ്യ, ടോമെ, അത് തന്നെയാണ്. അതായത് ഈ കുട്ടികൾ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് ഈ പോലീസിന്റെ നടപടിക്രമങ്ങളെ കാണുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ജയിലിൽ നിന്നല്ല, മറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലുള്ള സംരക്ഷിത ഇടത്ത് നിന്നാണ്. ആ സംരക്ഷിത ഇടത്താണ് ഈ കുട്ടികളെ പാർപ്പിക്കുന്നതും അവിടെ നിന്ന് പിന്നീട് ഇവരെ ഈ ശിക്ഷാ സമയം കഴിഞ്ഞിട്ട്, ശിക്ഷയെന്ന് പോലും പറയാൻ കഴിയില്ല, ഈ സംരക്ഷിത ഇടത്ത് നിന്ന് ഇവരെ പിന്നീട് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിനകത്ത് ഈ പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതലായും ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ, പോലീസ് പറഞ്ഞാൽ മാസ്റ്റർ ബ്രെയിൻ തന്നെ ഈ പെൺകുട്ടിയാണ്. ഏറ്റവും ക്രൂരമായി കൊലപാതകം നടത്തുന്നത് ഉൾപ്പെടെ കാണണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ ഈ പെൺകുട്ടി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പ്രായം തന്നെയാണ്. 13 വയസ്സുള്ള ഈ കുട്ടിയെ പിന്നീട് ഇപ്പോൾ പരമാവധി പോയാൽ 3 വർഷം വരെ സംരക്ഷിത ഇടത്ത് ഈ കുട്ടി പാർക്കേണ്ടതായി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടുക അല്ലാതെ മറ്റു നിവർത്തിയില്ല എന്നുള്ളതാണ്. എന്നാൽ ആൺകുട്ടികളുടെ കേസിനകത്ത് ഇപ്പോൾ പോലീസ് ഇവരുടെ വിചാരണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഡൾട്ടായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ഡൽഹിയിലെ നമുക്കറിയാം, ഡൽഹി പീഡന കേസിൽ ഏറ്റവും അധികം ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചത് 17 വയസ്സുകാരനായ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ കേസിന്റെ ഒക്കെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവരെ ചില കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ കുറ്റകൃത്യത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ രീതിയിൽ, അതായത് അഡൾട്ട് മുതിർന്നവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആ നിയമത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് അത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാൽ പോലും, എങ്കിൽ പോലും ഈ പറഞ്ഞ സാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അവര് എത്രമാത്രം അവർക്ക് ഈ കേസിനകത്ത് അവരെ അങ്ങനെ ആ രീതിയിലേക്ക് ഈ കുട്ടികളായ പ്രതികളെ കൊണ്ടുവരാൻ കഴിയും
എന്നുള്ള കാര്യത്തിനകത്തൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ്. അവർ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ കൂസലില്ലായ്മ അതിനകത്ത് കാണിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കുറ്റകൃത്യം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കൊലപാതകമായിരുന്നു കരുവാറ്റയിലേത്. അപ്പോൾ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എത്രമാത്രം മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൽ മാറ്റം ഇനിയും ആലോചനകൾ നടത്തി പഴക്കം ചെന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ള ചിന്തകളിലേക്കൊക്കെ നയിക്കുന്ന ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അപൂർവ കേസുകളായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ മുഴുവൻ പേരും കൗമാരക്കാരായ ഒരു കൊലപാതക കുറ്റകൃത്യം ഒരുപക്ഷെ വളരെ റെയർ ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു കേസാണ് ഇത്. അത് മാത്രമല്ല, ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലഹരി ഉപയോഗം എങ്ങനെ നടന്നു, ഇത് എങ്ങനെ ഇവർക്ക് കിട്ടി, ആ ഒരു ഭാഗമൊക്കെ ഇനിയും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. 30-ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതോടൊപ്പം ഇവരുടെ ഈ ചെറിയ പ്രായത്തിൽ സാധാരണ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് പോലീസ് എന്ന് കേട്ടാൽ പോലും പേടിയാണ്. പക്ഷേ ഇത്തരമൊരു കൊലപാതകം ഉണ്ടായ ശേഷം കൊല്ലം പാരിപ്പള്ളിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തിയിരുന്നു. ഈ പ്രതികൾ 3 കൗമാരക്കാരും എത്തിയിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? മാത്രമല്ല, ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ, യാതൊരു ഭയവും കൂടാതെ പോലീസിന് മുൻപാകെ എത്തണമെങ്കിൽ ഇവരുടെ ഒരു മനോഭാവം, ഇവരുടെ ഒരു മാനസിക നില, ഇതൊക്കെ നമ്മളേറെ ചിന്തിക്കേണ്ടതല്ലേ? കാരണം ഇത്രയധികം ഈ ചെറിയ കുട്ടികൾക്കിടയിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും അവർക്ക് യാതൊരു രീതിയിലുള്ളൊരു ഒരു പശ്ചാത്താപം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇവർക്ക് ശിക്ഷ നൽകുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനപ്പുറം തന്നെ ഒരു കൃത്യമായ കൗൺസിലിംഗ് അത് ആ പെൺകുട്ടികൾക്കടക്കം, പെൺകുട്ടിക്കും മറ്റു പ്രതികൾക്കും അടക്കം നൽകേണ്ടതുണ്ട്. ആ രീതിയിലുള്ളൊരു നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതോ മറ്റ് നടപടികൾക്ക് ശേഷം, നിയമ നടപടികൾക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ? ശരണ്യ. ടോമ, ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ ചെക്കപ്പ്, അതായത് മുത്തശ്ശൻ മോശമായി പെരുമാറി എന്നുള്ളതാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള പരിശോധനകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മാനസികാവസ്ഥ, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് കൊലപാതക ശേഷം ഒരു പ്രശ്നവുമില്ലാതെ പോയി ആഘോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു 19 വയസ്സുകാരനോടൊപ്പം പോയ ഒരു പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവരെ അല്ല, ഇവരുടെ സുഹൃത്തിനെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ സുഹൃത്തുക്കൾക്ക് ഇവർ ചെല്ലേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും സുഹൃത്തിന് കൂട്ടായി ഇവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു ധൈര്യം, അതായത് ഒരു കൊലപാതകം നടത്തിയാലും പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഇവരുടെ ഒരു ധൈര്യം, ഇവരുടെ ഒരു മനോനില, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിൽ സ്വാഭാവികമായും അവർ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും, അവർക്ക് ഭയമുണ്ടാകും. മുതിർന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടാകും. പക്ഷേ ഈ കുട്ടികൾ അത് ഒരു ഘട്ടത്തിലും എവിടെയും അത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു തലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഇവർക്ക് കൊല്ലത്ത് ഈ തുറവൂർ കേന്ദ്രീകരിച്ച്, പരവൂർ കേന്ദ്രീകരിച്ച് അവർക്കൊരു സംഘമുണ്ട് എന്ന് തന്നെ പറയുന്നു. ഇവരെ സംബന്ധിച്ചും ഇവരുടെ കൂട്ടായ്മകളെ, കൂടിച്ചേരലിനെ സംബന്ധിച്ചും ഒക്കെ പരാതികൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്നതാണ്, അത്ഭുതകരമാണ്, ഒപ്പം തന്നെ നമ്മളേറെ ചിന്തിപ്പിക്കുന്നതാണ് ഇവരുടെ കേസ്. ടോം.